നമുക്ക് ഈ 49ാമത്തെ ശ്ലോകം, 48 കഴിഞ്ഞു. എക്സ്പ്ലെയിൻ ചെയ്തു. 49 ഗീച്ചിക്ക് വായിക്കാവോ? വായിക്കാം. പിന്നെ വായിക്കട്ടെ. ദൂരേണ ഹിപരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാഫലഹേതവരാം. ഹേ അർജുന, കാമ്യകർമ്മം ബുദ്ധിയോഗത്തെക്കാൾ വളരെ നികൃഷ്ടം തന്നെ. അതിനാൽ ബുദ്ധിയെ ജ്ഞാനത്തെ ശരണം പ്രാപിക്കൂ. ഫലേച്ഛക്കൾ ദീനന്മാരത്രേ. ഫലകാംക്ഷയോടെ ചെയ്യപ്പെടുന്ന കർമ്മത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഫലകാംക്ഷയില്ലാതെ ചെയ്യപ്പെടുന്ന കർമ്മം. ഫലാസക്തി മനസ്സിനെ അസ്വസ്ഥവും ദുർബലവുമാക്കും. അപ്പോൾ കർമ്മം ചെയ്താൽ നേരെയാവില്ല. ഫലകാംക്ഷയില്ലെങ്കിൽ മനസ്വസ്ഥമായിരിക്കും. അപ്പോൾ അതിമഹത്തായ നിലയിൽ കർമ്മം ചെയ്യാൻ കഴിവുണ്ടാവും. ഇവിടെ ബുദ്ധിയോഗം എന്നത് ഒരു പ്രത്യേക യോഗമല്ല. അന്ധകരണത്തിലെ നിശ്ചയാത്മികയായ ഘടകമാണല്ലോ ബുദ്ധി. സംശയാത്മികയായത് മനസ്സും. ചിന്തകളുടെ ഏകാഗ്രവും ശാന്തവും സ്ഥിരവുമായ ഭാവമാണ് ബുദ്ധി എന്നർത്ഥം. ഈ ഭാവത്തെ നിലനിർത്തൽ, അതായത് സംശയാത്മികമായ മനസ്സിന്റെ ചാബല്യങ്ങളെ നിശ്ചയാത്മികമായ ബുദ്ധിയുടെ വിവേകശക്തി കൊണ്ട് നിയന്ത്രിക്കൽ തന്നെ ബുദ്ധിയോഗം. മനോബുദ്ധികൾക്കിടയിലെ വിടവ്, വാസനാ മാലിന്യങ്ങൾ നീങ്ങി അവ മനസ്സും ബുദ്ധിയും ഒന്നിച്ചു ചേരണം. പഴയ വാസനകൾ മുഴുവൻ തീരണം. പുതുതായി ഒന്നും വന്നു ചേരുകയുമരുത്. അതിന് വാസനാ നിർമ്മാർജ്ജനത്തിന് ബുദ്ധിയോഗം അത്രേ ഉപായം. അതുകൊണ്ട് ബുദ്ധിയെ ശരണം പ്രാപിക്കൂ. ബുദ്ധൗ ശരണമന്വിച്ഛ. ബുദ്ധിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായി തീരട്ടെ മനസ്സ്. മനസ്സിലെ ചപല വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഒരിക്കലും ശാന്തി കിട്ടില്ല. ഫലകാംക്ഷ അവരെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. ദയനീയമാണ് അവരുടെ നില. കാരണം അവരുടെ സകാമ കർമ്മങ്ങൾ പുതിയ വാസനകൾ ഉള്ളിൽ സൃഷ്ടിച്ച് ആത്മസ്വരൂപത്തെ മറയ്ക്കുന്ന അജ്ഞാന ഭിത്തിക്ക് കനം കൂട്ടുകയാണ് ചെയ്യുക. നിഷ്കാമ കർമ്മമാവട്ടെ പുതിയ വാസനകൾ ഉളവാക്കുകയില്ലെന്ന് മാത്രമല്ല, പഴയവയെ ക്ഷയിപ്പിക്കുകയും ചെയ്യും. അതിനാൽ ഫലം ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നവരെ കൃപണർ അല്ലെങ്കിൽ ദയനീയർ എന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ജീവിത വിജയത്തിന്റെ രഹസ്യം ഇവിടെ സൂചിപ്പിച്ചു. ഈ മാർഗനിർദ്ദേശം കൈക്കൊണ്ടാൽ ജീവിതത്തിലെ പരാജയങ്ങൾ ഒഴിവാക്കാം. അതിസമർത്ഥമായി നിർവഹിക്കപ്പെടുന്ന കർമ്മത്തിന് മാത്രമേ അതിമഹത്തായ ഫലം ഉളവാക്കാനാവൂ. എക്സ്പ്ലെയിൻ ചെയ്യാവോ? അത് തെറ്റുമായിരിക്കും, അത് പറയാം. നമ്മൾ ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന കർമ്മത്തിന് നമുക്ക് കൂടുതൽ മനസ്സിനെ സ്വസ്ഥമായിട്ട് ഇരുത്താൻ കഴിയും. അതേസമയം എപ്പോഴും ഇങ്ങനെ ഓർത്തോണ്ട് ചെയ്യുന്ന കർമ്മമാണെങ്കിൽ മനസ്സ് എപ്പോഴും അസ്വസ്ഥവും ഇങ്ങനെ മനസ്സിന് ഒരു ചഞ്ചലമായിരിക്കും എപ്പോഴും അത് ഓർത്തോണ്ട് ചെയ്താലും. അതുകൊണ്ട് ഫലം ഇച്ഛിക്കാതെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള് വിവേകത്തോടെ ചെയ്യുക ഏറ്റവും നല്ലതെന്ന്. അതുപോലെ തന്നെ നിശ്ചയാത്മികം നമ്മുടെ ബുദ്ധിയും സംശയാത്മികം മനസ്സും. മനസ്സിന് എപ്പോഴും സംശയങ്ങളായിരിക്കും, നമ്മൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതി. പക്ഷെ ബുദ്ധി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അത് നല്ലത്. അത് ഏകാഗ്രവും സ്ഥിരവുമാണ് ബുദ്ധി എന്നർത്ഥം. ഇത് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ മനസ്സിനെ ചെയ്താല് മനസ്സുകൊണ്ട് ചെയ്യുന്നവർക്ക് ആ സംശയങ്ങളും എപ്പോഴും മനസ്വസ്ഥമല്ലാതെ ഇരിക്കുന്നു. ബുദ്ധി കൊണ്ട് ഉപയോഗിച്ച് നമ്മൾ എന്ത് കാര്യവും ചെയ്യുന്നത് നല്ലതെന്ന് എനിക്ക് ഇത്രയും മനസ്സിലായുള്ളൂ. നല്ല ഒരു ഇന്നത്തെ ഗീച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാല് ഫലിച്ചയില്ലാതെ, ഇച്ഛയല്ല, നമുക്ക് ആഗ്രഹമുണ്ട്. ഫലകാംക്ഷ അല്ലെങ്കിൽ ഫലാസക്തി. ഈ ഫലേച്ഛ എന്ന് വെച്ചാൽ എന്തുവാ? നമ്മളൊരു കർമ്മം ചെയ്യുന്ന ഫലത്തിന് വേണ്ടിയാ. എനിക്ക് കർമ്മം വേണ്ടെന്നല്ല, അതിനകത്തോട്ടുള്ള ഫലകാംക്ഷ, ആകാംക്ഷ, ഉത്കണ്ഠ. ഈ ഫലം കിട്ടുവോ, എനിക്ക് കിട്ടുവോ എന്നുള്ള ഒരു ഉത്കണ്ഠ, ഫലകാംക്ഷ ഇല്ലാതെ ചെയ്യപ്പെടുന്ന കർമ്മം. അതുപോലെ ആസക്തി, അതിനോട്, ആ ഫലത്തിനോട് എനിക്കങ്ങ് ആസക്തി വരും. എനിക്ക് കിട്ടിയേ പറ്റൂ, നമുക്ക് ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ഒത്തിരി നിരാശയിലോട്ട് അങ്ങ് പോകും. ആസക്തി പാടില്ല. ഫലത്തിനെ കുറിച്ച്, ഫലം വേണം നമുക്ക്, പക്ഷെ
ആ ഫലത്തിൽ ആസക്തി പാടില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് കിട്ടുമോ കിട്ടത്തില്ല എന്നുള്ളൊരു ഉത്കണ്ഠ ഉണ്ടായിക്കൂടാ. അതിന് ഈ മനസ്സ് സംശയാത്മികവും ആ, ബുദ്ധി നിശ്ചയാത്മികവും എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടോ ഈ നമ്മുടെ ചിന്മുദ്രയുടെ അറിയാവോ? ചിന്മുദ്ര എന്തുവാണെന്ന് ഞാൻ ഈ ഇടയ്ക്കൊന്നും പറഞ്ഞില്ല, കുറെ പഴയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ചിന്മുദ്ര നമ്മൾ അഹങ്കാരത്തെ കുറപ്പിക്കുന്നതാ ചിന്മുദ്ര. നമ്മുടെ ഈ കൈ വെച്ചിട്ട് ആ ഇതാണല്ലോ ചിന്മുദ്ര. അതെ. അയ്യപ്പന് അയ്യപ്പൻ ഇങ്ങനെയല്ലേ വെച്ചേക്കുന്നത്? അതെ. ഇതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അഹങ്കാരത്തിന് തള്ളവെള്ള അഹങ്കാരം അല്ല, അല്ല, തള്ളവരെ ഈശ്വരൻ. ഈശ്വരൻ. തള്ളവിരൽ ആ ഈശ്വരൻ. ഈശ്വരനാ. അതാ അതിനെ ചിന്മുദ്രയുടെ ഒരു കാര്യം പറയാം. ഈ ചെറുവിരല് നമ്മുടെ അന്ധകരണമാണ്. ഈ 4 വിരല്, അന്ധകരണം 4 ഉണ്ട്. ഈ കുഞ്ഞുവിരല് മനസ്സ്, ഈ മോതിരവിരല് ചിത്തം, ഇത് വലിയ ചിത്തം. നീളമുള്ളവരുടെ ബുദ്ധി, ഇത് അഹങ്കാരം, ചൂണ്ടുവിരൽ അഹങ്കാരം. അപ്പോഴേ ഈ കുഞ്ഞുവിരലാണ് മനസ്സ്, ഈ മോതിരവിരല് ചിത്തം, നീളമുള്ള വിരല് ബുദ്ധി, ഇത് അഹങ്കാരം, ഇത് ചൈതന്യം. ഈ അന്ധകരണം സൂക്ഷ്മ ശരീരം ഇരിക്കുന്നത് ഈ നിലനിർത്തുന്നത് ഈ ചൈതന്യമാണ്. അപ്പം നമ്മൾ അന്ധകരണവും ശരീരവും ഉപയോഗിച്ചാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഉപയോഗിച്ച് ജീവാത്മാവ് കർമ്മം ചെയ്യുന്നു. അപ്പം എന്തുകൊണ്ടാണ് ഈ കുഞ്ഞു വിരലിനെ മനസ്സെന്ന് പറയുന്നത്? നമ്മൾ പറയത്തില്ലയോ, നമുക്കെപ്പോഴും ഒരു സംശയം ഉണ്ടാകുമ്പോഴെന്തോ പറയുന്നേ? എങ്ങനെ കാണിക്കുന്നേ? നിക്കേ, ഒരു മിനിറ്റ് നിക്കേ, ഞാൻ പറയാം, ഒന്ന് ആലോചിക്കട്ടെ, എനിക്ക് കുറച്ച് സംശയം. ഈ കുഞ്ഞുവിരലാ കാണിക്കുന്നത്. ഇത് മനസ്സിന്റെ സംശയം, എപ്പോഴും മനസ്സിന് സംശയമാണ്. അതുകൊണ്ട് കുഞ്ഞുവിരൽ മനസ്സ്. ഇതാണ് അഹങ്കാരം, ഈഗോ. എപ്പോഴും നമ്മൾ കൈ ചൂണ്ടിയാ സംസാരിക്കുന്നത്. ഞാൻ എന്നോട് കളിച്ചാലുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലയോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കും, ഈ ഞാൻ എന്നുള്ള അഹങ്കാരം. അപ്പം ഇത് കുഞ്ഞുവിരല് മനസ്സ്, ഇത് മോതിരവിരൽ ചിത്തം. അതുകൊണ്ട് അവിടെ മോതിരവിരൽ എന്ന് പറയുന്നത്. നമ്മുടെ കല്യാണത്തിന് മോതിരം ഇടുന്നത് ഈ വിരല. കാരണം അത് പിന്നെ അത് അത്രയ്ക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ചിത്തത്തിൽ ഉണ്ടാവും. നമ്മുടെ പാർട്ട്ണർ അല്ലേ. അപ്പം അതുകൊണ്ടാണ് മോതിരവിരലില് ഈ ചിത്തം, ഈ മോതിരം ഇടുന്നത് ഇതിനകത്ത്. അതുകൊണ്ട് ഇത് മോതിരവിരൽ, ഇത് ചിത്തമാണ്. ഇത് ബുദ്ധി, ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ബുദ്ധി. ഇത് അഹങ്കാരം, ഇത് ചൈതന്യം. ഈ അഹങ്കാരത്തിനെ ചൈതന്യത്തിലോട്ട് സമർപ്പിച്ചുകൊണ്ട് വേണം കർമ്മം ചെയ്യാൻ. ഈ അഹങ്കാരമായിട്ടുള്ള ഇതിനെ ഇൻഡിക്കേഷൻ ചെയ്യുന്നത് ചൂണ്ടുവിരല്. അതിനെ ഈ ചൈതന്യമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വേണം, സമർപ്പണ ബുദ്ധിയിൽ വേണം കർമ്മം ചെയ്യാൻ. ഇത് കർമ്മയോഗത്തിന്റെ റെപ്രസെന്റേഷനാണ്. അപ്പം ഇതിനകത്ത് പറയുന്നുണ്ട് മനസ്സ് സംശയാത്മികവും ബുദ്ധി. ഈ ബുദ്ധി എന്ന് വെച്ചാല് ഈ ബുദ്ധിയുടെ പുറകിലുള്ള അടുത്തതിൽ പറയുന്നുണ്ട്, ഇത് വിവേകബുദ്ധിയാ. വിവേകബുദ്ധി വെറും ബുദ്ധിയല്ല. നമ്മുടെ വെച്ചാല് നമ്മൾ ഈ മനുഷ്യന് മാത്രമേ ഉള്ളൂ ഈ വിവേകം. വേറെ ഒരു ജീവജാലങ്ങൾക്കും വിവേകമില്ല. വിചാരം ചെയ്യാൻ പറ്റത്തില്ല. അതിന് വികാരം വരുമ്പോൾ അതിനനുസരിച്ച് അത് പ്രവർത്തി ചെയ്യും. ബാക്കി എല്ലാ ക്രീച്ചേഴ്സും. മനുഷ്യന് മാത്രമേ ഉള്ളൂ ഈ വിവേകബുദ്ധി തന്നേക്കുന്നത്. പക്ഷെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാറില്ല. ഈ നീളമുള്ള വിരലിൽ നമുക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടോ? നീളമുള്ള വിരലിന് അധികം യൂസ് ഇല്ല നമുക്ക്. നമ്മൾ വിവേകം ഉപയോഗിക്കാറില്ല. അപ്പം അതതിൻ്റെ അർത്ഥം. അപ്പൊ ഇത് വിവേകബുദ്ധിയാണ്. എന്റെ ബുദ്ധിയും വെച്ചാൽ അതിന്റെ പുറകിൽ വിവേകമുണ്ട്. അതിനെ എപ്പോഴും സമർപ്പണം ചെയ്തുകൊണ്ട് വേണം. അപ്പൊ അത് വേണം. അപ്പം ഈ അഹങ്കാരത്തിന് ചൈതന്യത്തിൽ സമർപ്പണം ചെയ്യാൻ. അപ്പോ ഇതാണ് കർമ്മയോഗം. അപ്പോ ഇതിനകത്ത് പറയുന്നത് എന്തുവാ? ഈ കർമ്മയോഗത്തിന്റെ രഹസ്യം, ഹേ അർജുന, കാമ്യകർമ്മം ബുദ്ധിയോഗത്തേക്കാൾ വളരെ നികൃഷ്ടം തന്നെ. കാമ്യകർമ്മം, എന്റെ ഇഷ്ടം സാധിക്കാനുള്ള കർമ്മം ബുദ്ധിയോഗത്തേക്കാൾ, സമർപ്പണ ബുദ്ധിയേക്കാൾ, എനിക്ക് കിട്ടിയേ പറ്റൂ. അതാ കാമ്യകർമ്മം. എനിക്ക് ഇതിനോട്ട് അഭിവാഞ്ചയുണ്ട്, കാമ്യമുണ്ട്, എനിക്ക് ഭയങ്കര ആശയാണ്. ആ കാമ്യകർമ്മം ബുദ്ധിയോഗത്തേക്കാൾ വളരെ നികൃഷ്ടം തന്നെ. എന്ന് വെച്ചാൽ സമർപ്പണ ബുദ്ധി. എനിക്ക് കിട്ടിയാലും സമബുദ്ധിയിൽ, കിട്ടിയാലും ഓക്കെ, കിട്ടിയില്ലേലും ഓക്കെ. അതാണ് ബുദ്ധിയോഗം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ബുദ്ധിയോഗമാവുന്നത്. വളരെ നികൃഷ്ടം. അതിനാൽ
ജ്ഞാനത്തെ ശരണം പ്രാപിക്കൂ, ഫലേച്ഛുക്കൾ ഫലത്തിനെ ഇച്ഛിച്ചുകൊണ്ട്, ഫലത്തിനോട് ആസക്തി കാണിച്ചുകൊണ്ട്, ആകാംക്ഷയോടെ ചെയ്യുന്നത് ദീനന്മാർ ദയനീയരാ. ഈ ഒരു ഇതാണ് വരുന്നത്. ചന്ദ്രലേക്ക് പറയാൻ പറ്റുമോ ഇതിനെക്കുറിച്ച്? ഇത് എന്തോ മനസ്സിലായെന്ന്? മനസ്സിലായത് നമ്മള് ഒരു വർക്ക് ചെയ്യുമ്പം അതിന്റെ റിസൾട്ട് എന്തായിരിക്കും കിട്ടുന്നതെന്നുള്ളത്, നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പം അവര് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ വർക്ക് ചെയ്താൽ നമ്മൾക്ക് എല്ലാ വർക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് സ്കൂളിലൊക്കെ കുട്ടികളോടും പറയാറുണ്ട്, സന്തോഷമായിട്ടിരിക്കാനുള്ള ഒരു സീക്രട്ടാണ് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, പക്ഷെ അതിന്റെ റിസൾട്ട് ആഗ്രഹിക്കരുത്. പക്ഷെ ആഗ്രഹിക്കണം, ബെസ്റ്റ് ആയിരിക്കണം എന്ന് വിചാരിച്ച് ചെയ്യുക. മറ്റുള്ളവർ അപ്രീസിയേഷൻ തരുമെന്ന് പ്രതീക്ഷിക്കില്ല, അങ്ങനെ ഞാൻ പറയാറുള്ളത്. കാരണം ഇപ്പോഴത്തെ പൊതുവെ ആൾക്കാർ ആരും അപ്രീഷിയേറ്റ് ചെയ്യാറില്ല, അത് കുറഞ്ഞു വരുവാണ്. നല്ലതായിട്ടൊരു കാര്യം ചെയ്ത് സ്വന്തം മക്കൾ നന്നായിട്ട് ചെയ്താലും, ഞാൻ പാരന്റ് ആയതുകൊണ്ട് ഇങ്ങനെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ഇത് ഫുള്ള് കണക്ഷൻ. അപ്പൊ ഞാൻ കുട്ടികളോട് പറയണത്, നിങ്ങളുടെ അച്ഛനും അമ്മയും പോലും നിങ്ങളെ അപ്രീസിയേഷൻ ചെയ്യുന്നില്ല നന്നായിട്ടുണ്ടെന്ന്. മറ്റുള്ളവരുടെ കുട്ടികളുടെ മാർക്ക് നോക്കിയിട്ട് അവരെ കമ്പയർ ചെയ്യുന്ന കുറച്ച് പേരൻസ് ആണ്. അവർ നന്നായിട്ട് ചെയ്ത് ഇവർ നന്നായിട്ട്, സ്വന്തം മോനും മോളും നന്നായിട്ട് ചെയ്ത് അവരുടെ നല്ലത് കണ്ടെത്തുന്നില്ല പേരൻസ്. അപ്പൊ ഞാൻ പറയും കുട്ടികളോട്, നിങ്ങളുടെ പേരൻസും ഇങ്ങനെയായി അപ്രീസിയേഷൻ പ്രതീക്ഷിച്ച് ഒരു വർക്കും ചെയ്യല്ല, നിങ്ങൾ സ്വയം അപ്രീസിയേഷൻ ചെയ്യാൻ പറയും. ഞാൻ സെൽഫ് അപ്രീസിയേഷൻ അതാണ് എനിക്കിത് മനസ്സിലാവുന്നത്. അല്ലല്ല, ഇതിനകത്തൊരു കണക്ട് ചെയ്യാൻ പറ്റുന്നതാ. കാരണം നമ്മളിപ്പോൾ ഒരു മത്സര ബുദ്ധിയാണ്. ഇപ്പൊ ഞാൻ ചെയ്യുന്നതിലോട്ടല്ല, മറ്റുള്ളവരുമായിട്ട് കമ്പാരിസണിലാണ് ഞാൻ ചെയ്യുന്നത്. അതേ സമയത്ത് ഇപ്പം ഈ കമ്പാരിസണിൽ നമ്മുടെ എഫർട്ടിന്റെ സമയം പോവുക. നമ്മൾ ടോട്ടലായിട്ട് എന്നിട്ട് അതിനെ നമ്മൾ ഈ കുട്ടികളെ അങ്ങനെയാണ് തീർച്ചയായിട്ടും നമ്മൾ അപ്രീസിയേഷൻ ചെയ്യണം. ഏതൊരു എഫർട്ടും ഒന്നും വേസ്റ്റ് അല്ല. നമ്മൾ അതുകൊണ്ടോ നിന്നെക്കാട്ട് മറ്റേ കുട്ടി ശരിക്കും കൂടുതൽ പഠിച്ചു, ഇങ്ങനെ നമ്മൾ കമ്പാരിസൺ ചെയ്ത് നമ്മൾ അവരുടെ കഴിവിനെ നമ്മൾ സപ്രഷൻ ചെയ്യുക. അപ്പം അത് പക്ഷേ ആ ഒരു കൺസെപ്റ്റ് അല്ല ഇവിടെ പറയുന്നത്. മനസ്സിലായോ? ഈ ചന്ദ്രലേഖ പറഞ്ഞ ഒരു കൺസെപ്റ്റ് വളരെ ക്ലിയറാ. പക്ഷെ ഈ ശ്ലോകത്തിന് അത് നമ്മുടെ എങ്ങനെ കർമ്മം ചെയ്യണം, ഇപ്പം കുട്ടികൾക്ക് ഇത്രയൊന്നും അറിയത്തില്ല. അവർ നമ്മൾ അതൊരു വേറൊരു ആംഗിളിലുള്ള ഒരു തോട്ടായി പറഞ്ഞ് ഈ ശ്ലോകത്തില് നമ്മൾ അതിനെക്കുറിച്ചല്ല പറയുന്നത്. നമ്മൾ ഓരോരുത്തരും കർമ്മം ചെയ്യുന്നത് നമ്മൾ ആ വിവേക ബുദ്ധിയിൽ വേണം. അതണ്ടേ, മനോബുദ്ധികൾക്കിടയിലെ വിടവ് കണ്ടല്ലേ അതിനുമുമ്പ് ഇവിടെ ബുദ്ധിയോഗം എന്നത് ഒരു പ്രത്യേക യോഗമല്ല, അന്ധക്കരണത്തില് നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വേർഡുകളൊക്കെ അന്ധക്കരണം, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നേരത്തെ ഇതിൻ്റെയൊക്കെ ബേസിസ് അറിഞ്ഞാലേ നമുക്ക് അറിയാം എന്തോ ഈ അന്ധക്കരണമെന്ന്. അന്ധക്കരണത്തിലെ ഇവിടെ ബുദ്ധിയോഗം എന്ന് പറയുന്നത് പ്രത്യേക യോഗമല്ല. അന്ധക്കരണത്തിലെ നിശ്ചയാത്മികമായ ഘടകമാണല്ലോ ബുദ്ധി. സംശയാത്മികതയാണ് മനസ്സും. ചിന്തകളുടെ ഏകാഗ്രവും ശാന്തവുമായ സ്ഥിരവുമായ ഭാവമാണ് ബുദ്ധി എന്നർത്ഥം. അപ്പൊ നമുക്കിപ്പോൾ ഈ ബുദ്ധി എന്ന് പറയുന്നത് എന്തുവാ? അവിടെ ഒരു സംശയമില്ല. നമ്മൾ പലതും ആലോചിച്ച് ഒരു കർമ്മം ചെയ്യാൻ പോവാ, നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ചിന്തയെ പറയുന്ന ബുദ്ധി എന്ന് പറയും. ഇങ്ങനെ അങ്ങനെ നോക്കി ഇങ്ങനെ വേണ്ട ഓക്കെ ഇങ്ങനെ ചെയ്യാം. നമ്മൾ അപ്പോൾ ഒരു നിശ്ചയത്തിലോട്ട് വരിക, ഒരു കർമ്മം ചെയ്യാൻ തുടങ്ങുക. ഇങ്ങനെ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു നിശ്ചയത്തിലോട്ട് വരിക. അവിടെ ഒരു ഡൗട്ടില്ല. ആദ്യം മനസ്സൊത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അങ്ങനെ ചെയ്താൽ ശരിയാവോ, ഇങ്ങനെയൊക്കെ ശരിയോ. അപ്പം ഞാൻ കുറേ അനുഭവങ്ങൾ വെച്ചിട്ട് ഓരോരുത്തരുടെ നമ്മുടെ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാവുന്നൊരു തീരുമാനം എടുക്കുമ്പോഴേ ആ തീരുമാനം എടുക്കുന്ന ചിന്തകളെ പറയുന്നതാണ് ബുദ്ധിന്ന്. അപ്പോൾ അത് നിശ്ചയാത്മികമാണ്. ഒരു സർട്ടൻസി അവിടെ വരുന്നുണ്ട്. ആദ്യം തുടങ്ങിയത് സംശയാത്മകത്തിൽ കൂടെ, മനസ്സിന്റെ പല പല ഡൗട്ടുകളും ഒക്കെ വന്നു. അവസാനം ബുദ്ധി ഒന്നിലെത്തിച്ചേർന്നു. അങ്ങനെയുള്ള ചിന്തകളെ പറയുന്ന ബുദ്ധിചിന്തയാണ്. അപ്പം ഈ ഭാവത്തെ നിലനിർത്താൻ, അതായത് സംശയാത്മികമായ മനസ്സിന്റെ ചാബല്യങ്ങളെ, മനസ്സ് എപ്പോഴും ചഞ്ചലതയാണ്, അതൊരു വീക്ക്നെസ്സാണ്. അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് വിചാരിക്കും, അങ്ങോട്ട് വരും, ഇങ്ങനെ വേണോ അങ്ങനെ വേണോ, നമുക്ക് ഒരു കൺഫ്യൂഷനാണ് അവിടെ. ആ ചാബല്യങ്ങളെ നിശ്ചയാത്മികമായ ബുദ്ധിയുടെ വിവേകശക്തി കൊണ്ട്, അതാ ബുദ്ധിയുടെ വിവേകശക്തി. ബുദ്ധി വികാരമായിട്ട് അലയനാവരുത്, ബുദ്ധി വിവേകശക്തി കൊണ്ട് നിയന്ത്രിക്കണം. അല്ലാതെ ഈ ബുദ്ധി വികാരത്തിന് അടിമപ്പെടരുത്. ഈ ഞാൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ബുദ്ധി ഉണ്ടല്ലോ, അത് ഈ വികാരമായിട്ട് അലയനാകരുത്. സംശയാത്മികമായിട്ടുള്ള അത് വികാരങ്ങളാണ്, എന്നെങ്കിലും കൺഫ്യൂഷൻ, അതുമായിട്ട് അലയനാകാതെ
ബുദ്ധിയുടെ വിവേകശക്തി കൊണ്ട് വേണം നിയന്ത്രിക്കാൻ. അതാ ബുദ്ധിയുടെ വിവേകശക്തി. അത് നമ്മൾ ശരിക്കും ഈ വിവേകം എവിടെ നിന്ന് കിട്ടും? നമ്മൾ വികാരം തള്ളിച്ചയിലിരുന്ന ഈ വിവേകം നമുക്ക് ഉദിക്കത്തില്ല. ഈ വികാരത്തള്ളിച്ചയിൽ മനസ്സിന്റെ അങ്ങോട്ട് പ്രക്ഷുബ്ധ ഓരോ പ്രശ്നങ്ങളോ കൺഫ്യൂഷൻ അതിനെ അങ്ങോട്ട് മനസ്സങ്ങോട്ട് കയറി ഒരു നിയന്ത്രിതമല്ലാതെ മനസ്സ് പോയി കഴിഞ്ഞാൽ എൻ്റെ വിവേകശക്തി അവിടെ പ്രകടമാവത്തില്ല. അപ്പൊ ഈ ബുദ്ധി ഈ മനസ്സുമായിട്ട് കൊലുവിടായി പ്രവൃത്തികൾ ചെയ്യും. അതാണ് കുഴപ്പത്തിലുണ്ടാക്കുന്നത്. അപ്പൊ മനോബുദ്ധികൾക്കിടയിലെ വിടവ് കണ്ടോ? മനസ്സും ബുദ്ധി, ഇവിടെ ബുദ്ധി എന്ന് പറയുന്നത് വിവേക ബുദ്ധിയാ. സോ മനസ്സിനും ഈ ബുദ്ധിക്ക് വിവേക ബുദ്ധിക്കും ഇടയിൽ എന്തോ ഉണ്ട്? ഒരു മറവുണ്ട്. അതെന്റെ വാസനയാണ്, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, അതിൻ്റെ വികാരമാണ്. അപ്പം ഈ വികാരം എവിടുന്ന് വരുന്നു? എൻ്റെ വാസനയിൽ നിന്ന്. എൻ്റെ ചിന്തകളെല്ലാം വരുന്നത് എവിടുന്ന? എൻ്റെ വാസനയിൽ നിന്ന്, കാരണ ശരീരത്തിൽ നിന്ന്. എൻ്റെ വാസന കാരണം അതല്ലേ പറഞ്ഞു, മനോബുദ്ധികൾക്കിടയിലെ വിടവ്, വാസനാ മാലിന്യങ്ങൾ, അതിൻ്റെ കർമ്മഫല കാർമിക എഫക്റ്റ് അജ്ഞാനമാണ്, അവിദ്യയാണ്, അത് മാലിന്യമാണ്. ആ വാസന കർമ്മഫലം, ആ വാസന അല്ലെങ്കിൽ മനോബുദ്ധിക്കിടയിലെ ഒരു ഇതാണ് നമ്മുടെ വാസന. അതാണ് അജ്ഞാനം. ഏതിനെ മറയ്ക്കുന്നത്? എൻ്റെ വിവേകത്തിനെ. വിവേകം എന്ന് പറഞ്ഞാൽ എന്തുവാ? എൻ്റെ ചൈതന്യത്തിൽ നിന്ന് വരുന്ന പ്രകാശമാണ്. അത് എല്ലാവരിലും തുല്യമാണ്. പക്ഷേ പലരിലും ഡിഫറെൻ്റ് രീതി കാണുന്നത് എന്തുവാ? അതിനെ മറച്ചിരിക്കുന്നു. ഒരാളിൽ കൂടുതൽ മറച്ചിരിക്കുന്നു, ഒരാൾ കുറച്ചേ മറച്ചിട്ടുള്ളൂ. എന്തോ ഈ മറയ്ക്കുന്നേ? അവനവൻ്റെ വാസന. അപ്പം നമ്മൾ ഈ വാസനയിൽ നിന്നും എപ്പോഴും മൈൻഡിനെ മാനേജ് ചെയ്യാൻ പഠിക്കും. മൈൻഡ് മാനേജ്മെന്റ്, മൈൻഡിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം. സപ്രഷൻ അല്ല, മൈൻഡിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം. അപ്പൊ നമ്മൾ എമോഷൻസ്, നമ്മൾ ഈ ഐഡന്റിഫിക്കേഷൻ വരുമ്പോൾ തന്നെ എമോഷൻസ് താഴെ പോകും. നമ്മളിങ്ങനെ ദേഷ്യം വരുന്നു, അല്ലെങ്കിൽ വിഷമം വരുന്നു, അല്ലെങ്കിൽ ഇറിറ്റേഷൻ വരുന്നു, എൻ്റെ മനസ്സിന് ഇറിറ്റേഷൻ വരുന്നു, അല്ലെങ്കിൽ ദേഷ്യം വരുന്നു. ഇപ്പം എൻ്റെ മനസ്സിന് ദേഷ്യം വരുന്നു എന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ തന്നെ ആ ദേഷ്യം ഒന്ന് അടങ്ങും. അപ്പം നമ്മൾ ഇതിനെ മാനേജ് ചെയ്യാൻ അവരവർ കണ്ടുപിടിക്കണം അതിൻ്റെ മാർഗം. അല്ലാതെ ആർക്കും ആ തന്മയത്തുമായിട്ട് നമ്മൾ ഹാർഷായിട്ട് മൈൻഡിനെ മാനേജ് ചെയ്തുകൂടാ. വളരെ അതിനെ ഹാർഷ് മീൻസ് സപ്രഷൻ. അതാ വളരെ അടക്കം. ഞാനിങ്ങനെ പിടിച്ചിരിക്കും മനസ്സിങ്ങനെ, അങ്ങനെ ചില സമയത്ത് അങ്ങ് പൊട്ടിപ്പോവും, വെളിയിൽ പോവും. അപ്പോഴാ പിന്നെ അടക്കാൻ പറ്റത്തില്ല. അപ്പം ഇത് എനിക്ക് ഈ വികാരത്തിലാണ് ഞാൻ ഇരിക്കുന്നതും, എനിക്ക് ഈ വികാരം കൊണ്ട് എനിക്ക് ദോഷമേ വരുത്തുള്ളെന്നും, ഇതിന് ഈ വികാരത്തിന് അടിമപ്പെട്ട് ചെയ്യാൻ എനിക്ക് പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ ഇതങ്ങ് മാറും. അതിന് ഓരോരുത്തർക്കും ഓരോ വിധമായിട്ടുള്ള വഴികൾ അവരവർ കണ്ടെത്തണം. ഈ ചിന്മയാനന്ദ സ്വാമി കിൻഡിൽ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. നമ്മൾ ധ്യാനത്തിനിരിക്കുമ്പോഴേ പുള്ളി ധ്യാനത്തിനിരിക്കുമ്പോൾ മനസ്സിങ്ങനെ പോവും. ഈ മനസ്സിനെ അടക്കാൻ പല പല മാർഗങ്ങൾ. അപ്പം നമ്മുടെ മനസ്സിങ്ങനെ ധ്യാനിച്ച് ഇരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ മനസ്സിങ്ങനെ നമ്മളിങ്ങനെ എന്നിലൊരു ചൈതന്യമുണ്ട്, എൻ്റെ മൈൻഡിലോട്ട് ഇങ്ങനെ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഇരിക്കും. കുറച്ച് ഇരിക്കുമ്പോഴത്തേക്ക് അറിയത്തില്ല, മൈൻഡ് ഇങ്ങനെ അങ്ങ് പെട്ടെന്ന് പോകും. കുറേ വേറെ ചിന്തകളൊക്കെ. കുറേ കഴിയുമ്പോൾ അയ്യോ ഇപ്പം ഞാൻ ചിന്തിക്കണ്ടല്ലോ. അപ്പം ആ മൈൻഡിനെ തിരിച്ചു കൊണ്ടുവരണം. എങ്ങനെ തിരിച്ചു കൊണ്ടുവരും? എപ്പോഴും നമ്മൾ മൈൻഡിനെ ഹാർഷായിട്ട് ഡീൽ ചെയ്യരുത്. നമ്മൾ തന്നെ പറയണം മനസ്സിനോട്, നമുക്കിപ്പം ഞാൻ ധ്യാനിക്കാനിരിക്കുകയല്ലേ, ആ ചിന്തയൊക്കെ നമുക്ക് അതിനുശേഷം പിന്നെ ആലോചിക്കാം. ഇപ്പം ഞാൻ ധ്യാനിക്കുവാണ്. മനസ്സിൻ്റെയൊക്കെ വളരെ വളരെ മാർദ്ദവമായിട്ട് വളരെ സോഫ്റ്റായിട്ട് ഇപ്പം നമുക്ക് ഈ ഒരു 15 മിനിറ്റല്ലേ ധ്യാനിക്കത്തുള്ളൂ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ ചിന്തിക്കാം. നമ്മൾ തന്നെ നമ്മളെ വളരെ ടാക്ട്ഫുള്ളായിട്ട് ഡീൽ ചെയ്യണം. അല്ലാതെ ഞാൻ ഇങ്ങോട്ടും ഇങ്ങനെ ഇരിക്കും, മൈൻഡ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നമ്മൾ തന്നെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കണം. അത് ആ കിൻഡിൽ ലൈഫിന് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നേ. ഈ കിൻഡിൽ ലൈഫിനകത്ത് ഒരു സ്വാമിജി പറയുന്ന ഒരു നമ്മുടെ മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കണം. ഞാൻ എൻ്റെ മനസ്സിങ്ങനെയൊക്കെ പോകുന്നത് അത് ആ ചിന്തകളൊക്കെ നമുക്ക് ഈ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യാമല്ലോ എന്ന് നമ്മൾ തന്നെ നമ്മളോട് തന്നെ പറയുമ്പോൾ ആ മൈൻഡ് പതുക്കെ പതുക്കെ അടങ്ങാൻ തുടങ്ങും. ഇങ്ങനെ ഇതുപോലെ ഈ വിവേക ബുദ്ധി വരുമ്പോഴേ എനിക്ക് വികാരങ്ങൾ ഉണ്ടാവുന്നു. അപ്പം എനിക്ക് അതിനനുസരിച്ച് കർമ്മം ചെയ്യാൻ വേണം. എനിക്ക് വികാരങ്ങളുണ്ടായി, ഞാൻ പിന്നെ വിവേക ബുദ്ധി ഉദിക്കുമ്പോൾ ഇല്ല, ഈ വികാരങ്ങളൊക്കെ അടങ്ങിയിട്ട് എനിക്ക് കർമ്മം ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് സമയവും ഇല്ല. അപ്പോഴും ഞാൻ ചെയ്തിരിക്കണം. ആ സമയത്ത് എനിക്ക് ചില സമയത്തെങ്കിലും ഞാൻ ചെയ്തേ പറ്റൂ. അതിനകത്ത് മാറിപ്പോകാൻ പറ്റത്തില്ല എനിക്ക്. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ എമോഷൻസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എൻ്റെ മനസ്സിപ്പം ഞാനിപ്പോൾ എൻ്റെ എമോഷണൽ മൈൻഡ് എനിക്ക് കൂടുകയാണ്. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ അവരവർ ഓരോ മാർഗം കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെ പതുക്കെ മാനേജ് ചെയ്യുമ്പോൾ എനിക്ക് ഡയറക്ഷൻ കിട്ടും. അങ്ങനെ അതാണ് ബുദ്ധിയോഗം, വിവേക ബുദ്ധി. നമ്മുടെ ഇന്റലക്റ്റിന്റെ ബുദ്ധി യോഗമല്ലിത്. ആ ഇന്റലക്റ്റ് വിവേകമായിട്ട് അലൈൻ ചെയ്യുമ്പോഴാണ് ബുദ്ധിയോഗം എന്ന് പറയുന്നത്.
നമ്മുടെ സാധാരണ ബുദ്ധി അല്ലത്. നമുക്ക് കിട്ടുന്ന ആ ഡയറക്ഷൻ വെച്ചാല് ബുദ്ധി എന്ന് പറയുന്നത് എന്തുവാ? ഒരു കർമ്മം ചെയ്യുമ്പോൾ നിശ്ചയാത്മികമാ. ഞാനൊരു ഡിസിഷനോട്ട് വരുക. ഈ ഈ ബുദ്ധി നിശ്ചയം ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഡിസിഷനിലോട്ട് വരുന്നത് എങ്ങനെയാ? ഇതിന് രണ്ട് വിധത്തിൽ വരാം. എൻ്റെ ദേഷ്യവും വിഷമവും സങ്കടവും ഇതൊക്കെ വെച്ചിട്ട് അത് വെച്ചിട്ട് ഒരു കർമ്മം ചെയ്യാനുള്ള നിശ്ചയത്തിലോട്ട് വരാം. അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വന്നു, എന്നെ ഒരാൾ പറയും ഞാൻ 2 അടി കൊടുക്കണമെന്ന് വിചാരിക്കുക. ആ ദേഷ്യം, അവനോട് ദേഷ്യം അങ്ങനെ അങ്ങ് വിട്ടാൽ കൊള്ളത്തില്ല. അതുകൊണ്ട് ആ വികാരത്തിന് അടിമപ്പെട്ട് ആ ബുദ്ധി ഞാൻ 2 അടി കൊടുക്കാൻ പോവാ, അങ്ങനെ അടിക്കുന്നു. അപ്പൊ ആ അടിക്കുന്നതിന്റെ പുറകിലുള്ള ബുദ്ധി എന്തോ ബുദ്ധിയാ? വികാര ബുദ്ധി. ആ ബുദ്ധി വികാരമായിട്ട് കൊലൂടായി. അതേ സമയത്ത് ഞാൻ ഇപ്പം എന്തെങ്കിലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പുറകെ എന്തെല്ലാം നൂലമാലുണ്ടാവും, പ്രശ്നം ഉണ്ടാവും. ഇപ്പം ഞാനങ്ങ് ക്ഷമിച്ചാൽ എനിക്കിത് മാറുകയും ചെയ്യും. നമ്മുടെ ഈഗോ ആണ് നമ്മൾ സമ്മതിക്കാത്തത്. അപ്പം എൻ്റെ ഈ ഇറിറ്റേഷൻ അല്ലെങ്കിൽ ദേഷ്യം ഇതിങ്ങനെ ചെയ്താൽ ഞാനൊരു പോസ് കൊടുക്കണം അതിന്. പെട്ടെന്ന് ചെയ്യരുത്. അപ്പോൾ എൻ്റെ ദേഷ്യം വരും. അപ്പം എൻ്റെ മനസ്സ് വികാരം പതുക്കെ ഒന്ന് കെട്ടടങ്ങും. അപ്പം നമുക്ക് അതൊരു പേഷ്യൻസിന്റെ ലക്ഷണമാണ്. നമ്മൾ അങ്ങനെ ഒരു പോസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അപ്പം വികാരങ്ങൾ താനെ അടങ്ങും, സബ്സൈഡ് ആവും. അപ്പോൾ എനിക്ക് ഒരു വിവേകം വരും, നമുക്കൊരു ഡയറക്ഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ ആ വിവേകമായിട്ട് എൻ്റെ ബുദ്ധി കൊല്ലിടാകുമ്പോൾ അപ്പം ചെയ്യുന്ന വിവേക ബുദ്ധിയിൽ ചെയ്യും ഞാൻ. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പ്രാക്ടീസിന്റെ. അപ്പം ഈ രീതിയിൽ കർമ്മം ചെയ്യാൻ പറയുക. നമ്മുടെ എങ്ങനെ കർമ്മം ചെയ്യണമെന്ന് ടെക്നിക്കായത് അതിൽ പറഞ്ഞേ. അടുത്തതിൽ ദുരേണ ഹിവരം കർമ്മ ബുദ്ധിയോഗത്തിൽ ചെയ്യുന്നു പറയുന്നു. ഈ ബുദ്ധിയോഗത്തിനെ അടുത്ത ശ്ലോകത്തിൽ വേറെ നല്ല കൗശലം പോലെ പറയും. ഇതാണ് നമ്മൾ കർമ്മം ചെയ്യേണ്ട ടെക്നിക്ക് എന്ന് പറയുക. കൃഷ്ണൻ പറഞ്ഞൊരു എങ്ങനെ നിങ്ങൾ കർമ്മം ചെയ്താൽ നിങ്ങളുടെ കർമ്മഫലം കൂടത്തുമില്ല, ഉള്ള കർമ്മഫലം കുറയുകയും ചെയ്യും. ഇതാണ് ഇതിനകത്ത് പറയുന്ന മെയിൻ. ഇത് ചന്ദ്രലേഖ പറഞ്ഞില്ലയോ ആ കുട്ടികളെ, അത് വേറൊരു ആസ്പെക്റ്റാ. അത് ശരിയാ പറഞ്ഞു. അത് ഈ ശ്ലോകമായിട്ടുള്ള കണക്ഷൻ വരുന്നില്ല അതിന്. ചന്ദ്രലേഖ പറഞ്ഞ് മനസ്സിലായോ? നമ്മള് എങ്ങനെ നമ്മൾ കർമ്മം ചെയ്യണം. പക്ഷെ കുട്ടികളുടെ ഇത് പറയാൻ പറ്റത്തില്ല. പക്ഷെ അവരുടെ ലെവലിൽ ആ ഒരു ആസ്പെക്ട് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റാ പറഞ്ഞത്. നമ്മൾ അവരെ സപ്രഷൻ ചെയ്യുക, അവരുടെ കഴിവുകളെ നമ്മൾ സപ്രസ് ചെയ്ത് കാണില്ല, അവരുടെ കഴിവ് നമ്മൾ എൻകറേജ് ചെയ്യുന്നത്. അത് വേറൊരു ആസ്പെക്റ്റാ പറയുന്നത്, വേറൊരു ആസ്പെക്ട്. ഇത് നമ്മൾ ഓരോരുത്തരും എങ്ങനെ കർമ്മം ചെയ്യണം. എൻ്റെ ബുദ്ധി എമോഷനുമായിട്ട് അലൈൻ ആകാതെ ബുദ്ധിയോഗത്തിലോട്ട് പോകണം, വിവേക ബുദ്ധിയിലോട്ട് പോകണം. അത് മനുഷ്യന് മാത്രമേ ചെയ്യാനൊക്കത്തുള്ളൂ. നമ്മൾ മൃഗത്തിന്റെ കൂട്ട് പോകരുത്. മൃഗത്തിന് ഉള്ളി എമോഷൻസ് മാത്രമേ ഉള്ളൂ. അവിടെ വിവേകമില്ല. ഇതിന് ബുദ്ധിയുണ്ട്, ഇന്റലക്റ്റ് ഉണ്ട്, അതിന് ഇന്റലിജൻസ് ഇല്ല, വിസ്ഡം ഇല്ല മൃഗങ്ങൾക്ക്. വേറെ ഒരു ജീവികൾക്കും ഇല്ല, മനുഷ്യന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ വിസ്ഡം യൂട്ടിലൈസ് ചെയ്യുന്നില്ല. എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണോ അത് എങ്ങനെ ഈ വിസ്ഡത്തിനെ യൂട്ടിലൈസ് ചെയ്യുന്ന വിവേകത്തിനെ? എമോഷൻസിനെ മാനേജ് ചെയ്താലേ എനിക്ക് വിസ്ഡം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ടെക്നിക്ക് അതിനകത്ത് പറയുന്നത്. മഞ്ജുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ഈ ശ്ലോകത്തിനെ കുറിച്ച് മഞ്ജുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, നമ്മള് ഇപ്പൊ എല്ലാ ശ്ലോകത്തിലും പറയുന്നത് ഒരേ ഒരു കാര്യം തന്നെയല്ലയോ. നമ്മള് കർമ്മം ചെയ്യുമ്പം കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുക, അത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. ചെയ്യുന്ന കർമ്മം 100% ആത്മാർത്ഥതയോടെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. അത്രയല്ലേ ഉള്ളൂ. നമ്മൾ വേറെ ഒന്നും ചിന്തിക്കരുത് ആ സമയത്ത്. അങ്ങനെ അതല്ലേ ഉദ്ദേശിക്കുന്നത്. അല്ല, ഈശ്വരാർപ്പണം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഓരോ കാര്യം ചെയ്യുമ്പോ ഈശ്വര ഇത് ശരിയാവണേ, അതല്ല ഈശ്വര. അങ്ങനല്ല, പറയൂ. അല്ലല്ല, നീ അങ്ങനെ പറഞ്ഞതല്ല. ഈശ്വരാർപ്പണം പറഞ്ഞ അങ്ങനെ പറയും. എല്ലാം അയ്യോ ദൈവമേ ഇതൊന്ന് ശരിയായി വരണേ, അതല്ല ഈശ്വരാർപ്പണം. അതിന്റെ ഫലം പറയുന്നതല്ല. കൃഷ്ണൻ പറയുന്നത് ഇത് എനിക്കിന്റെ ഫലം ചിലപ്പം പോസിറ്റീവ് ആവും, നെഗറ്റീവ്. അത് ഞാൻ വിഷമിക്കുന്നില്ല. സമചിത്ത് ബാലൻസ്ഡ് ആയിരിക്കണം, മൈൻഡ് ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പൊ ഇതാണ് പറയുന്നത്. ഫലം എന്ത് വന്നാലും ഞാനിപ്പോ പ്രസന്റിൽ എന്റെ മനസ്സിൽ യോ ഇത് ഇനി ശരിയാവോ, അത് ഉത്കണ്ഠയാ, ഫ്യൂച്ചറാ. പിന്നെ പഴയതിനെ കുറിച്ച് ഇരുന്ന് ആലോചിക്കും. നമ്മൾ കഴിഞ്ഞതിനെ കുറിച്ച് ഒരു കർമ്മം ചെയ്യുമ്പോൾ ഇത് രണ്ടും ഇല്ലായിരിക്കുന്ന സ്റ്റേജിനെയാ പറയുന്നത് ഈശ്വരാർപ്പണം.
പാസ്റ്റും ഇല്ല ഫ്യൂച്ചറും ഇല്ല. എൻ്റെ മനസ്സ് പാസ്റ്റിലോട്ടും പോകും ഫ്യൂച്ചറിലോട്ടും പോകും. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചിന്ത എവിടെ ഇരിക്കുന്നേ? പ്രസന്റിലാണോ ഇരിക്കുന്നത്? അല്ല. ഒന്നീ ഇന്നലെ നടന്ന കാര്യങ്ങൾ, ഇതിന് മുമ്പ് നടന്ന കാര്യങ്ങൾ ആലോചിക്കും, അല്ലെങ്കിൽ ഇനി നാളെ വരാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിക്കും. ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രസന്റിലില്ല മൈൻഡ്. ആ പ്രസന്റിലെ ഈ പ്രസന്റിയും മനസ്സിനെയും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതിനെയാ പറയുന്നത് ഈശ്വരാർപ്പണം. ഞാൻ വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മനസ്സ് 100% ഞാൻ ഈ ചൊല്ലുന്ന ശബ്ദങ്ങളിൽ കൂടെ എൻ്റെ മനസ്സ് നിൽക്കുന്നു. അതാണ് ഈശ്വരാർപ്പണം. അതേസമയത്ത് ഞാനിങ്ങനെ ചൊല്ലുമ്പോൾ ചിന്ത വേറെ പോയാൽ അത് ഈശ്വരാർപ്പണമല്ല. ഇതാണ് ഈശ്വരാർപ്പണത്തിന്റെ കൺസെപ്റ്റ്. ഇതാ എൻ്റെ മനസ്സ് പ്രസന്റിൽ നിർത്തണം. അതിന് പ്രാക്ടീസ് ചെയ്യണം. മനസ്സിങ്ങനെ പോവും, അതിനെ കൊണ്ടുവരണം, പോവും. ഈ നിരന്തരം ഇതാ അഭ്യാസം. അല്ല, നമ്മളുടെ ഇപ്പോഴത്തെ ഇതിൽ പറഞ്ഞ കോൺസെൻട്രേഷൻ, അതിന്റെ ടെക്നിക്കാ പറയുന്നത്. ഈ കോൺസെൻട്രേഷൻ നമ്മളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യണം, അവിടെ ഫോക്കസ് ഇല്ലെന്നൊക്കെ പറയും. അത് എങ്ങനെയാ കോൺസെൻട്രേറ്റ് ചെയ്യണ്ടേ? നമ്മൾ ഇതിനെ ഗീത ശരിക്കും ഉൾക്കൊണ്ടാൽ ഇതെന്ത്, അല്ലെങ്കിൽ നമ്മൾ കുറെ ടേമുകൾ അറിയാം, അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. കോൺസെൻട്രേഷൻ കിട്ടുന്നതിന്റെ അർത്ഥം എന്തുവാ? എൻ്റെ മനസ്സിങ്ങനെ പോകുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ നിൽക്കുന്നില്ല. അതിന്റെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അർത്ഥം. ഇത് ഈ വായിക്കുന്നതിനകത്ത് നിൽക്കുന്നില്ല. മൈൻഡ് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ടും ഇല്ല. ഒന്ന് പാസ്റ്റിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഫ്യൂച്ചറിലോട്ട് പോകുന്നു. മൈൻഡ് കോൺസെൻട്രേഷൻ കിട്ടുന്നതിന്റെ അർത്ഥം ഈ വായിക്കുന്നതിലോട്ട് മാത്രം നിർത്താൻ പറ്റുന്നില്ല. അല്ലാതെ നമ്മൾ ഈ കോൺസെൻട്രേഷൻ അങ്ങനെ പോകുമ്പോൾ നമ്മൾ മനസ്സിനെ പറഞ്ഞ് വിവേക ബുദ്ധിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി അതൊക്കെ തിരിച്ചു കൊണ്ടുവരണം വീണ്ടും. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇത് നിരന്തരം പ്രാക്ടീസ് ചെയ്യണം. ഇതിനെയാ പറഞ്ഞ് പ്രയത്നം. ഞാൻ പ്രയത്നം ചെയ്യുന്നു. അങ്ങനെ പ്രയത്നം ചെയ്താലേ ഫോക്കസ് ആവത്തുള്ളൂ, കോൺസെൻട്രേഷൻ കിട്ടത്തുള്ളൂ. ചേച്ചി എന്താ പറയുന്നു? ലതക്കുഞ്ഞമ്മയോ? കേൾക്കുന്നുണ്ടോ? നമ്മുടെ മനസ്സേ അസ്വസ്ഥമായിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ മനസ്സിനെ നമ്മള് വിവേകത്തിൽ കൊണ്ടുവരണം. വിവേകത്തിൽ കൊണ്ടുവന്ന് കുറച്ച് ശ്രദ്ധയോടെ ചെയ്യാമെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ചെയ്യാം. പക്ഷെ നമ്മള് വിവേകത്തിൽ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നമുക്ക് ഫലകാംക്ഷ ഇല്ലാതെ ചെയ്യാമെങ്കിൽ ഫലത്തെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ ചെയ്യുക, കർമ്മം ചെയ്യുക. അതിന്റെ ഫലം എന്തുവാന്ന് ചിന്തിക്കാതെ കർമ്മം ചെയ്താല് നമുക്ക് ഈ ചഞ്ചലത വരത്തില്ല. വിവേകത്തിൽ നിർത്താൻ പറ്റും. അപ്പൊ അല്പം ബുദ്ധി നമ്മൾ ഉപയോഗിച്ച് നമുക്ക് ആദ്യം കുറെ വിഷമമൊക്കെ വരും. ഈ ഫലത്തെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കും. ക്രമേണ നമ്മളത് മനസ്സിലാക്കി നമ്മുടെ വിവേകത്തിലോട്ട്, ബുദ്ധിയിലോട്ട് നമ്മള് കുറച്ച് ആലോചിക്കണം. ഒന്ന് പോസ് ചെയ്തിട്ടേ ചെയ്യാവൂ, ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാവൂ. അല്ലാതെ പെട്ടെന്ന് ചാടി കയറി ചെയ്യാതിരിക്കാമെങ്കിൽ നമുക്ക് അതാണ് ബുദ്ധിയോഗം. ബുദ്ധിയോഗത്തിൽ ചെയ്യാമെങ്കിൽ നമുക്ക് സന്തോഷം കിട്ടുകയും ചെയ്യും. നമുക്ക് ഈ ഫലത്തെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യവും വരത്തില്ല. ഫലം വരത്തില്ല. നമ്മുടെ മനസ്സിൽ ഫലത്തിനെ കുറിച്ച് വരുന്നത് നമുക്ക് സന്തോഷമുണ്ടല്ലോ. അപ്പൊ പിന്നെ ഈ ഫലത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കത്തില്ല. നമ്മുടെ പഴമക്കാര് പറയുമല്ലോ, ബുദ്ധിയോഗത്തിൽ എടുത്തു ചാടി ചെയ്യരുത് പറയുമല്ലോ. അത് ഇതല്ലേ? അതെ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട ഉടനെ നമ്മൾ പ്രതികരിക്കാതെ അല്പസമയം ഒന്ന് മനസ്സിനൊരു സ്വസ്ഥത കൊടുത്തിട്ട് പ്രതികരിക്കുക. ആ സ്വസ്ഥത കൊടുക്കുമ്പോ എന്താ സംഭവിക്കുന്നേ? സ്വസ്ഥത കൊടുക്കുമ്പോ നമുക്ക് ടെൻഷൻ ഇല്ല. അല്ല, ടെൻഷൻ ഇല്ലെന്ന് മാത്രമല്ല, ഈ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തിരിക്കട്ടെ, നമ്മൾ ആ ഇറിറ്റേഷനോ അല്ലെങ്കിൽ ദേഷ്യമോ അല്ലെങ്കിൽ സങ്കടമോ ഒക്കെ പതുക്കെ ഒന്ന് സബ്സൈഡ് ആവും. അവൻ വിചാരിക്കും ഇവനോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല, ഇനി ഇവൻ ഉണ്ടായിരിക്കും അവര്.
ഞാനങ്ങനെ തോന്നിയിട്ടുണ്ട്. അതെ നമ്മൾ പ്രതികരിക്കാൻ പോകുമ്പോഴാണല്ലോ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. അതെ നമുക്കും ടെൻഷനാ. അതെ അപ്പൊ നമ്മുടെ മനസ്സിനെ കുറച്ചൊന്ന് അന്നേരം ഒന്ന് നമ്മൾ സബ്സൈഡ് ചെയ്തിട്ട് പിന്നീടൊന്ന് ആലോചിച്ച് എന്താ പറയണ്ടേന്ന് വെച്ചാ പറയുക. അതെ അതായിരിക്കും നല്ലത്. അതെ അത് ഇതാണ് വിവേകത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്തതിന്റെ ഒരു നരേഷനാ ചേച്ചി പറഞ്ഞത്. ഇതാണ് ഇത് തന്നെ നമ്മൾ ഈ ആ. വികാരത്തിന് അടിമപ്പെട്ട് എന്തെങ്കിലും ചെയ്ത് ഈ വികാരമെല്ലാം കെട്ടടങ്ങി രാത്രി നമ്മൾ ഈ ഡയറക്ഷൻ നമുക്ക് അപ്പോഴും കിട്ടും. ഇപ്പൊ അത് നമ്മളിപ്പോ മാനേജ് ചെയ്യാൻ ഇപ്പോഴും കിട്ടും. ആ ശരിയാ. ചെയ്യേണ്ട സമയത്ത് നമുക്ക് ആ ഡയറക്ഷൻ കിട്ടും അങ്ങനെ ചെയ്താൽ. ലതകുഞ്ഞമ്മ കേൾക്കുന്നുണ്ടോ? മൊബൈൽ ചിലപ്പോ ഓഫ് ആയിരിക്കും. അതെ, മ്യൂട്ടിലിരിക്കുക. അടുത്ത ലാസ്റ്റ് പാരഗ്രാഫ്, മനസ്സിലെ ചപല വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഒരിക്കലും ശാന്തി കിട്ടത്തില്ല. അതാ മനസ്സിങ്ങനെ ഇങ്ങനെ വേവറിങ് ആയിട്ടിരിക്കുന്നവർക്ക് ഒരിക്കലും ജീവിതത്തിൽ സുഖം കിട്ടത്തില്ല. ജീവിക്കുന്നവർക്ക് ഒരിക്കലും ശാന്തി കിട്ടത്തില്ല. ഫലകാംക്ഷ, ഫലത്തിൽ ആകാംക്ഷ, ഉത്കണ്ഠ അവരെ എപ്പോഴും അലട്ടും. അയ്യോ ഇത് കിട്ടുമോ 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 അങ്ങനെ ചെയ്താൽ എങ്ങനെ ശരിയാവും വർക്ക്? നമ്മുടെ കർമ്മം എങ്ങനെ ശരിയാവും? ഞാനിങ്ങ് അയ്യോ ശരിയാവോ? ആ മനസ്സിനിങ്ങനെ അതിനിങ്ങനെ ഒരു സ്വസ്ഥതയില്ലാത്ത മനസ്സുകൊണ്ട് ചെയ്താൽ എല്ലാം കുളമാവും. ആദ്യം നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കണം, ശാന്തമാക്കണം. ഏത് കാര്യം ചെയ്യുന്നതിന് ധൃതി പിടിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിങ്ങനെ ഇതായിട്ടിരിക്കുമ്പോൾ പോയി ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. ആദ്യം ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് സ്വസ്ഥമായിട്ട് മനസ്സിനെ കാം ഡൗൺ ചെയ്യാൻ പഠിക്കണം. ചെയ്യാൻ പോവാ, ഓക്കെ, നമ്മളൊന്ന് കാം ഡൗൺ ആവണം. അല്ലാതെ ഇങ്ങോട്ട് എന്തെങ്കിലും കേട്ടപാട് എന്തെങ്കിലും ഒരു വെപ്രാളത്തിൽ കയറി ഒരു ജോലിയും ചെയ്യരുത്. ഏതെങ്കിലും ചെറിയ ജോലിയാകട്ടെ അതൊന്ന് ഓക്കെ ഞാൻ ഇത് ചെയ്യാൻ പോവാ. നമ്മൾ എന്താണ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്, ഞാനിത് ചെയ്യാൻ പോവാ. ഓക്കെ, നമ്മൾ മനസ്സൊന്ന് കാം ഡൗൺ, നമുക്ക് സ്വസ്ഥമാവണം. ബഹളം വെച്ചും നമ്മൾ ആരെങ്കിലും എവിടെങ്കിലുമൊക്കെ ബഹളം വെച്ചോട്ടെ, പക്ഷെ നമ്മൾ എപ്പോഴും ഒരു എക്സാമ്പിൾ പറയാം. കാർ ഓടിച്ചു പോകുമ്പോഴേ നമുക്ക് ശരിക്കും പ്രാക്ടീസ് ഇല്ലാത്തവരായിരിക്കട്ടെ, നല്ല എക്സ്പെർട്ട് അല്ലെന്നിരിക്കട്ടെ പഠിക്കുന്നത്, നമ്മളിങ്ങനെ ഓടിച്ചതിന് മുമ്പ് എവിടെയെങ്കിലും ഒന്ന് എഞ്ചിൻ ഓഫായി തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത് എടുക്കണ ക്ലിച്ച് ഇപ്പം പുറയിൽ നടന്ന് ഈ ഹോണും ഒക്കെ കിടന്നിങ്ങനെ ബഹളം വെക്കുമ്പോൾ നമുക്ക് ആ പാടൊരു വെപ്രാളം കയറും. അപ്പോൾ ക്ലച്ച് ആക്സിഡൻറ്റ് നമുക്ക് എന്താന്ന് ഇപ്പം നമ്മുടെ മനസ്സങ്ങ് ഒരു ഇതാവും. അപ്പം നമുക്ക് ശരിക്കും അത് ആ ഡ്രൈവിങ്ങിൽ അതേ സമയത്ത് ഓൾറെഡി നിൽക്കട്ടെ, ഞാൻ എന്താ ചെയ്യണ്ടേ, അടുത്ത് നമ്മൾ അതിലോട്ട് മൈൻഡ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കാർ എടുക്കണം. അല്ലാതെ നമ്മുടെ മനസ്സങ്ങ് ഒരു വെപ്രാളപ്പെട്ട് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് കൂട്ടിയാൽ അത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, അപകടങ്ങളൊക്കെ. ഇത് കാർ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ ഒരു അനുഭവമാണ്. നമ്മൾ ചെയ്യുമ്പോൾ അതിനെ മനസ്സിനെ ഒരു കാം ഡൗൺ ചെയ്ത് വേണം ചെയ്യാൻ. അതൊക്കെ എപ്പോഴും നമുക്ക് ട്രാഫിക്കിലൊക്കെ ഉണ്ടായിട്ടുള്ള എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. കാർ ഓടിച്ചു പോകുമ്പോൾ നല്ല ഇപ്പോഴൊന്നും ആ പ്രശ്നമില്ല. ആദ്യം ഓടിച്ച് പഠിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഓടിക്കാൻ അറിയാം, എന്നാലും ഒരു 100% കോൺഫിഡൻസ് ഇല്ല, പക്ഷെ ഓടിക്കുക. പക്ഷേ ഇങ്ങനെ എവിടെയെങ്കിലും ഒന്നും സ്റ്റക്കായി പുറകെ കിടന്ന് ഹോൺ അടിക്കുന്നത് മാറുന്നില്ല. നമ്മൾ അവർ ചെയ്യട്ടെ, നമുക്ക് സ്വസ്ഥമായിട്ട് എടുത്താലേ കാർ ശരിയായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഒരു അനുഭവമാണ്, പലരും പറയുന്നതും കേട്ടിട്ടുണ്ട്. പിന്നെ ഫലകാംക്ഷയിലെ ആകാംക്ഷ, ഉത്കണ്ഠ, ഫലത്തിനെ കുറിച്ചുള്ള ഉത്കണ്ഠ അവരെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. ദയനീയമാണ് അവരുടെ നില. കാരണം അവരുടെ സകാമകർമ്മങ്ങൾ പുതിയ വാസന ഉള്ളിൽ സൃഷ്ടിച്ച് ആത്മസ്വരൂപത്തെ മറയ്ക്കുന്ന അജ്ഞാന ഭിത്തിക്ക് ഖനം കൂട്ടിയാണ് ഇങ്ങനെ ചെയ്യാനുള്ള കുഴപ്പം എന്തുവാ? ഞാൻ എൻ്റെ കർമ്മഫലം കൂട്ടിക്കൊണ്ടിരിക്കും. കർമ്മഫലം കുറയത്തില്ല, കർമ്മഫലം കൂടുക എന്ന് എന്തുവാ? ഈ ഞാനും ഈശ്വരനും തമ്മിലുള്ള മറ കട്ടി കൂടുക. കർമ്മഫലം കൂട്ടുക എന്ന് വെച്ചാൽ ഞാൻ ഈശ്വരൻ അകന്നു പോവുക. കർമ്മഫലം കുറയുന്നതിനനുസരിച്ച് ഞാൻ ഈശ്വരനോട് അടുക്കും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഭിത്തി കനം കൂട്ടുകയാണ് ചെയ്യുക. നിഷ്കാമ കർമ്മമാവട്ടെ പുതിയ വാസനകൾ ഉളവാകുകയില്ലെന്ന് മാത്രമല്ല പഴയവയെ ക്ഷയിപ്പിക്കുകയും ചെയ്യും. ഇതാണ് നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഫലത്തിലോട്ട് അങ്ങനെ ആകാംക്ഷ, ഉത്കണ്ഠ ഇല്ലാതെ കാരണം എന്താ, എന്ത് വന്നാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. ചീത്ത വരുമ്പോഴോ നോ ഇതെനിക്ക് സംഭവിച്ചുകൂടാ, നമ്മൾ അതിനെ ഡിഫെൻഡ് ചെയ്യും. ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാവൂ. ഞാൻ പ്രതീക്ഷിക്കുന്നതിന് എഗൻസ്റ്റ് നടന്നാൽ നമ്മൾ അതിനെ ഡിഫെൻഡ് ചെയ്യുമോ, റെസിസ്റ്റ് ചെയ്യും. അതാ എൻ്റെ ദുരിതം.
അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ദുരിതവും ഇല്ല. കാരണം നമുക്ക് നല്ലതും വരും ചീത്തയും വരും. നല്ലതിനെ മാത്രമേ എനിക്ക് വേണ്ടൂ, എനിക്ക് ചീത്ത എനിക്ക് വേണ്ട, ഇങ്ങനൊരു പോളിസി ഉണ്ടാവരുത്. ഇപ്പം നമ്മൾ ഈ ഏതിനെയും അതൊരു പ്രസാദ ബുദ്ധി, അതാണ് നമ്മളിപ്പോൾ പ്രസാദ ബുദ്ധി ഡെവലപ്പ് ചെയ്യണം. എന്ത് വന്നാലും ഞാൻ ഓക്കെ, ഐ വിൽ അക്സെപ്റ്റ്. അത് ഞാൻ വേണ്ടത് ഞാൻ വിവേകത്തിൽ ഞാൻ പ്രതികരിക്കും. അതിന് വേണ്ടത് ഞാൻ അപ്പം ചെയ്യാം. എനിക്ക് ഈ കർമ്മ ഫലം ഇങ്ങനെ വന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം, പോസിറ്റീവായാലും ഇങ്ങനെ ചെയ്യാം, നെഗറ്റീവായി ഇങ്ങനെ ചെയ്യാം. രണ്ടിനും ഞാൻ തയ്യാർ. അപ്പോൾ നമുക്കൊരു പ്രശ്നം വരുത്തില്ല. നിഷ്കാമ കർമ്മമാട്ടെ പുതിയ വാസന ഉളവാക്കുകയില്ലെന്ന് മാത്രമല്ല പഴവയെ ക്ഷയിപ്പിക്കുകയും ചെയ്യും. അതിനാൽ ഫലം ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നവരെ കൃപണർ, ദയനീയ, അവർ അങ്ങനെയുള്ളവർ നമുക്ക് കഷ്ടം തോന്നുന്നു. അവരുടെ സിമ്പതിയാ. അവരറിയുന്നില്ല എന്താ ചെയ്ത് കൂട്ടുന്നതെന്ന്. എന്തൊക്കെയോ കൂട്ടുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ നേരെ വിപരീത ഫലം ചെയ്യുന്നു. നമുക്ക് കഷ്ടം തന്നെ തോന്നത്തുള്ളൂ. ദയനീയമാണ് അവരുടെ സ്റ്റേറ്റ് എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു. നമ്മളതിന് സകാമത്തിലാണോ കർമ്മങ്ങൾ സകാമ കർമ്മങ്ങളാണോ നമ്മൾ ചെയ്യേണ്ടത്? സകാമ കർമ്മങ്ങൾ ചെയ്യാം, അത് ഒരു നിഷ്കാമ ഭാവത്തിൽ വേണം. എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, അതാണ് സകാമം എന്ന് വെച്ചാൽ എന്തുവാ? എൻ്റെ ചില ആഗ്രഹങ്ങൾ, ഞാൻ ആഗ്രഹത്തിന് വേണ്ടി ഒരു കർമ്മം ചെയ്യുക. ആ ആഗ്രഹം ചിലപ്പം സാധിച്ചെന്നിരിക്കും, സാധിച്ചില്ലെന്നിരിക്കും. രണ്ടായാലും എൻ്റെ കർമ്മഫലം അനുസരിച്ചല്ലേ എനിക്ക് കിട്ടത്തുള്ളൂ. എനിക്കൊരു ആഗ്രഹമുണ്ട്, അതിന് ഞാൻ കർമ്മം ചെയ്യുക. പക്ഷേ എൻ്റെ കാർമിക് എഫക്റ്റ് ഉണ്ട്, കിട്ടണമെന്നില്ല, ചിലപ്പോൾ കിട്ടാം. രണ്ടിനും ഈക്വൽ ചാൻസാ. രണ്ട് വന്നാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. എനിക്ക് സ്വീകാര്യമാണെന്നൊരു മനോനിലയുണ്ടെങ്കിൽ നമുക്ക് എവിടാ പ്രശ്നം? നമുക്ക് ദുരിതമില്ല. പിന്നെ എനിക്കൊക്കത്തില്ല, എനിക്ക് അങ്ങനെ കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് വേറെ വഴിയില്ല, ഇങ്ങനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളല്ലേ എല്ലാം. അപ്പം നമുക്ക് ആഗ്രഹിക്കാം, ആഗ്രഹത്തിന് വേണ്ടി കർമ്മവും ചെയ്യാം. ആഗ്രഹത്തിന് കർമ്മം കിട്ടിയേ പറ്റൂ എന്നുള്ള ആസക്തി, പിടിവാശി, അത് ഒഴിവാക്കണം. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്യും. കിട്ടിയാൽ നല്ലത്, കിട്ടിയില്ലെങ്കിലും നല്ലത്. അല്ല കിട്ടിയില്ല ഞാനങ്ങ് താഴെ പോയി, കിട്ടിയാൽ ഞാൻ മേളിൽ പോകും, ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ടാവരുത്. അതേ പറയുന്നുള്ളൂ. അല്ലാതെ നമുക്ക് ആഗ്രഹത്തിന് വേണ്ടി കർമ്മം ചെയ്യാൻ കൃഷ്ണൻ പറയുന്നു. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവരുതെന്ന് പറയാൻ എങ്ങനെയാണ്? ഞാൻ ആഗ്രഹം സാധിക്കാൻ വേണ്ടി എടുത്തേക്കുന്ന ജന്മമാണ്. കൃഷ്ണൻ ഒരിടത്തും നിങ്ങൾ ആഗ്രഹിച്ചുകൂടാന്ന് പറയുന്നില്ല. ആഗ്രഹത്തിനോടുള്ള ആസക്തി കൂട്ടരുത്. ആ ആഗ്രഹത്തിനോടുള്ള ആസക്തി, എനിക്ക് ഇന്നേ കിട്ടണം, അതുകൊണ്ട് ഞാനങ്ങ് അറ്റാച്ച്ഡ് ആകുക, പിന്നെ എനിക്ക് അല്ലാതെ നിവൃത്തിയില്ല, ഇങ്ങനെയുള്ള സ്റ്റേറ്റിലോട്ട് പോകരുത്. ആസക്തി പാടില്ല, അല്ലെങ്കിൽ ഉത്കണ്ഠ പാടില്ല. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശരിക്കും ഒന്നുകൂടെ എല്ലാവരും വായിച്ചാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം നല്ലപോലെ. ശരി, വേറെ നമുക്ക് ഇനി അടുത്ത ക്ലാസ് അടുത്ത 50ാമത്തെ എടുക്കാം. എല്ലാവരും വന്ന് വായിച്ചുകൊണ്ട് വരിക. നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് കേട്ടോണ്ടിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ വരും, നമുക്കുള്ളത് ഉറയ്ക്കും. നിങ്ങളൂടെ പറയുമ്പോഴേ ഒന്നും കൂടെ ഉറപ്പ് വരും. ഇങ്ങനെ പോകുന്നത് നല്ല. ഇത് അക്സെപ്റ്റ് പേഴ്സൺ ആൻഡ് സിറ്റുവേഷൻ ആസ് ഇറ്റ് ഈസ് എന്നുള്ള ഇതാണോ? എങ്ങനെ അക്സെപ്റ്റ് പേഴ്സൺ ആൻഡ് സിറ്റുവേഷൻ ആസ് ഇറ്റ് ഈസ്? അതാണ് ഇപ്പൊ നമുക്ക് ഇപ്പൊ സമയം അക്സെപ്റ്റ്, അതാണോ ഇത് ചോദിച്ചത്? അതെ, അത് തന്നെ. ഇത് നമ്മള് ഒരു സിംഹത്തിന്റെ ഒക്കെ എങ്ങനെ നെറ്റി തൊടുവോ? ഒരു പശുവിന്റെ നെറ്റി തൊടത്തില്ലയോ? അതിന്റെ സ്വഭാവം അറിയാം, ഇപ്പൊ നമ്മൾ തൊടത്തില്ല. പശു സൗമ്യം എന്നൊരു അതിനനുസരിച്ച് അത് ഓരോരുത്തരെയും അതായിട്ട്. ഈ സിംഹം പശുവിന്റെ കൂട്ട് ശാന്തമായിട്ടിരിക്കണം നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? ഓരോന്നിനെയും അതായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. ചേച്ചി പറഞ്ഞ കൺസെപ്റ്റ് ഇതാണ്. നമ്മൾ എല്ലാത്തിനെയും അതിൻ്റെതായ രീതിയിൽ സ്വഭാവത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല ജീവിതത്തിൽ. എൻ്റെ ഭാര്യ, ഭർത്താവ്, മക്കളെ ഓരോരുത്തരെയും ആ രീതി അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പൊ പ്രശ്നമില്ല ജീവിതത്തിൽ. എന്നിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം.